ട്രാൻസ്ഫോർമേഷൻ എന്നത് മോട്ടിവേഷൻ മാത്രമല്ല, അതിൽ മൊമെൻറ്റം പ്രധാന പങ്ക് വഹിക്കുന്നു. മോട്ടിവേഷൻ നമ്മെ തുടങ്ങാൻ സഹായിക്കുന്നു, എന്നാൽ മൊമെൻറ്റം അത് നിലനിർത്തുവാനും. നമ്മുടെ മൂഡിനും എനർജിക്കും ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കും അനുസൃതമായി മോട്ടിവേഷൻ്റെ അളവിന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മൊമെൻറ്റം വളരുന്നത് ചെറിയ കൺസിസ്റ്റൻ്റായ പ്രവൃത്തികളിൽ നിന്നുമാണ്. ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളിലും ചെറിയ ചുവടുകൾ എടുക്കുമ്പോഴാണ്. ഇത് നമ്മുടെ ആത്മവിശ്വാസം വളർത്തുവാനും മാറ്റങ്ങൾക്കും കാരണമാകുന്നു. ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കടക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ തന്നെ ഒരു പതിപ്പിനെ മനസ്സിൽ കാണാം. എന്തുതന്നെ സംഭവിച്ചാലും, ക്ഷീണിതരും ഉറപ്പില്ലാത്ത അവസ്ഥയിലും ഭയം തോന്നുമ്പോഴും ഷോ അപ്പ് ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്ന നിങ്ങളുടെ തന്നെ ആ ഒരു വെർഷനെ, ആ ഒരു നിങ്ങൾ ദിവസവും സിമ്പിളായ ആക്ഷൻ എടുക്കുന്നത്, ഒരുപക്ഷെ അതിരാവിലെ ഉണരുന്നതോ മനസ്സിലുള്ള ഒരാശയം പ്രാവർത്തികമാക്കുന്നതോ അത് എന്തുതന്നെയുമാകാം. ആ ഒരു വ്യക്തിയായതിലുള്ള അഭിമാനവും സന്തോഷവും മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കാം. ഇനി പറയാം, എൻ്റെ ഉള്ളിലെ സംശയം ഉണരുന്നതിന് മുൻപ് ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. എൻ്റെ ഉള്ളിലെ പ്രചോദനം യെസ് എന്ന് മന്ത്രിക്കുമ്പോൾ ഞാൻ നീങ്ങാൻ ആരംഭിക്കുന്നു. ഇനി ഒരു ചാലഞ്ച് മുന്നിൽ വയ്ക്കാം. 3 സെക്കൻഡ് റൂൾ ഇന്ന് അപ്ലൈ ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള പ്രചോദനം തോന്നുമ്പോൾ, ഉദാഹരണമായി ആരെയെങ്കിലും കോൾ ചെയ്യാനോ എഴുതാനോ വ്യായാമം ചെയ്യാനോ മറ്റെന്തെങ്കിലും, 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യാം. മനസ്സ് ഇടയിൽ കയറി തടസ്സം കൊണ്ടുവരുന്നതിന് മുൻപ് പ്രവർത്തിക്കാൻ ആരംഭിക്കാം. ഇന്നത്തെ ഇൻറ്റൻഷൻ: ഇന്ന് ഞാൻ പൂർണ്ണതയേക്കാൾ പുരോഗതിക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ഞാനെടുക്കുന്ന ഓരോ ചെറിയ ചുവടും എൻ്റെ പരിവർത്തനത്തിലേക്കുള്ള ശക്തമായ ചലനം സൃഷ്ടിക്കുന്നു. ഈ ഒരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കാൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ. ഇനി നോട്ട്ബുക്ക് എടുത്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. 1. എൻ്റെ മാറ്റത്തിലേക്കുള്ള ചലനം നിലനിർത്തുന്നതിന് ഏത് ചെറിയ പ്രവൃത്തിയിലാണ് ഇന്ന് ഞാൻ ഏർപ്പെടാൻ പോകുന്നത്? 2. ഏത് സന്ദർഭത്തിലാണ് എന്നിലെ മോട്ടിവേഷൻ കുറഞ്ഞപ്പോഴും ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്? അതെങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. നന്ദി.